പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. വേദപുസ്തകത്തിൽ എബ്രായർ 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാപത്തിൻ്റെ ശക്തികളോട് ജയം നേടുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ അതിൻ്റെ പ്രേരണ വരുമ്പോൾ തോറ്റുകൊടുക്കുന്നവരാണോ നിങ്ങൾ? വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നീ യേശുവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പാപപ്രവൃത്തികളാണ് നിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. നീ നിന്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയ നാൾ നോക്കിയേ. നിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? എത്ര സന്തോഷകരമായിരുന്നു! ഇനിയുള്ള ജീവിതം യേശുവിനായി ജീവിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയിട്ട് ഇന്ന് നീ എവിടെ എത്തി നിൽക്കുന്നു? റോമർ 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയരെ, നിങ്ങൾ ഇനിയും പാപത്തിൽ തുടരുവാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവനാമ മഹത്വമായി മാറുവാനോ സാധ്യമല്ല. നിനക്ക് ഒരു അവസരം കൂടെ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നീ തയ്യാറായാൽ നീ യേശുവിലൂടെ നിത്യജീവനിലേക്ക് കടക്കും. പ്രിയമുള്ളവരെ, ഓരോ പാപത്തിൻ്റെ പിന്നിലും ഓരോ ശക്തികളുണ്ട്. യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് സാത്താൻ അവന് കുറച്ച് സമയം കൂടെ ഇനി ഉള്ളൂ എന്നറിഞ്ഞ് വളരെ ക്രോധത്തോടെ സഞ്ചരിച്ച് മനുഷ്യരെ നശിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ തെറ്റല്ല എന്ന് നിന്നെ തോന്നിപ്പിച്ച് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി പാപം ചെയ്യിക്കുന്നതാണ് അവൻ്റെ തന്ത്രം. ആ തന്ത്രം തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ ജയമെടുക്കണമെന്ന് വചനം പറയുന്നു. അങ്ങനെ ജയമെടുക്കണമെങ്കിൽ ആയുധങ്ങളും ശക്തിയും ബലവും അത്യാവശ്യമാണ്. അതിനായി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക, പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുക. ശക്തിയില്ല എങ്കിൽ എതിരാളികളോട് തോറ്റുപോകുവാനിടയാകും. അങ്ങനെ ഒരു വ്യക്തിക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യാവശ്യമാണ്. അഭിഷേകത്തിൻ്റെ ശക്തി ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കാമോ? ഉറപ്പായിട്ടും പാപത്തെ ജയിക്കുവാനുള്ള ശക്തിയും ബലവും തന്ന് നിന്നെ നിറയ്ക്കുവാൻ ദൈവശക്തൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതം നോക്കിയേ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് യേശു കർത്താവ് ജീവിച്ച് നമുക്കൊരു മാതൃക വച്ചു പോയത്. യേശു എപ്പോഴും പിതാവിൻ്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിച്ചു. യേശുവിനെ പരീക്ഷിക്കുവാനും പിശാച് ശ്രമിച്ചു. എന്നാൽ യേശു അവിടെ എന്താ ചെയ്തത്? വചനത്താൽ യേശു പിശാചിനെ കീഴടക്കുവാൻ ഇടയായി. എപ്പോഴും നിന്റെ ഉള്ളിലും വചനം നിറയപ്പെടട്ടെ. എപ്പോഴും വചനം ധ്യാനിച്ച് വചനപ്രകാരം ജീവിക്കണം. യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നീ വചനം ധ്യാനിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ നിന്നെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ മാറിപ്പോകുവാനിടയാകും. ഇന്നു മുതൽ നിനക്ക് നിന്റെ ജീവിതത്തെ യേശുവിനായി വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? വേദപുസ്തകത്തിൽ പഴയ നിയമം വായിക്കുമ്പോൾ യോസഫിൻ്റെ മുൻപിൽ ഒരു പാപം യോസഫിന് എതിരായി വന്നപ്പോൾ യോസഫ് അവിടെ എന്താ ചെയ്തേ? ആ പാപത്തിൻ്റെ മുന്നിൽ തോൽക്കാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, വഴിയും സത്യവും ജീവനും യേശു മാത്രമാണ്. നീ യേശുവിലും യേശു നിന്നിലും നിറഞ്ഞ് ജീവിക്കുമ്പോൾ ഒരിക്കലും ഒന്നിലും നീ തോൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പാൻ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാമോ? ഗലാത്യർ 5-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു.
ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളുടെ മുൻപ് കൂട്ടി പറയുന്നു. പ്രിയമുള്ളവരെ, 2 വഴി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇടുക്കവും ഞെരുക്കവുമുള്ള നിത്യതയിലേക്കുള്ള വഴിയും വിശാലതയും വീതിയുമായ മരണത്തിലേക്കുള്ള വഴിയും. ഇതിലേത് വഴി നിങ്ങൾ തിരഞ്ഞെടുക്കും? യേശുവിലൂടെ മാത്രമേ നിത്യതയിലേക്ക് എത്തുവാൻ നിനക്ക് കഴിയത്തുള്ളൂ. കീഴടങ്ങുക, മാനസാന്തരപ്പെടുക, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ നിങ്ങളുടെ മേൽ കൃപ തരുവാൻ ദൈവം ശക്തൻ. പരിശുദ്ധ പിതാവേ, ഈ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ നടുവിൽ മാനസാന്തര ജീവിതം ഉണ്ടാകട്ടെ. എല്ലാവരും ദൈവശക്തിയിൽ നിറഞ്ഞ് പാപവഴികൾ ഉപേക്ഷിച്ച് നിത്യതയിലേക്കുള്ള പ്രവേശനം നേടുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണമേ. ഓരോ വ്യക്തികളെയും സത്യത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച് പാപബോധമുള്ളവരായി ജീവിപ്പാൻ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എല്ലാവരുടെ ജീവിതത്തിലും ഒരു മാറ്റം കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.